വിജയ് മാധവ് ദേവിക ദമ്പതികളുടെ രണ്ടാമത്തെ കുഞ്ഞിന്റെ നൂലുകെട്ടായിരുന്നു ഫെബ്രുവരി 25-ന്. പേരിടലിന് മുൻപേ തന്നെ കുഞ്ഞിന്റെ പേര് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു. നൂലുകെട്ടിന് മുൻപേ തന്നെ ഫാൻസിനെ കൂട്ടിയ കുട്ടിത്താരം ആഘോഷപൂർവ്വം തന്നെ ചടങ്ങുകൾ നടന്നു. ആഘോഷപൂർവ്വം നടന്ന ചടങ്ങുകളുടെ ചിത്രങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ചടങ്ങിൽ മുഴുവൻ താരമായത് രാധിക സുരേഷ് ഗോപിയാണ്. മൂത്ത മകൻ ആത്മജയുടെ ജനന സമയത്തും നൂലുകെട്ടിനുമെല്ലാം സുരേഷ് ഗോപിയും രാധികയും ഭാഗമായിരുന്നു. രാധികയും സുരേഷ് ഗോപിയും ഒക്കെയായി അടുത്ത ബന്ധമാണ് വിജയ്ക്കും ദേവികയ്ക്കും. ഇരുവരും അവരുടെ അനുഗ്രഹം വാങ്ങാൻ പോയതൊക്കെ മുൻപും വൈറലായിരുന്നു. ഗിഫ്റ്റായി എന്താകും നൽകിയതെന്നൊക്കെയായി ആരാധകർ. അതേസമയം കുഞ്ഞിന്റെ പേരിനെ ചൊല്ലിയ വലിയ ചർച്ചകൾ വരെ മുൻപ് സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു. ആണായാലും പെണ്ണായാലും ഈ പേര് തന്നെ ഇടുമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഞാനത് ദേവികയോട് പറയുകയും ചെയ്തിരുന്നു. ദേവിക സമ്മതിച്ചു എന്നാണ് വിജയ് പറഞ്ഞത്. ആത്മജ മഹാദേവ് എന്ന പേര് മനസ്സിൽ തനിയെ വന്ന പോലെയാണ് രണ്ടാമത്തെ കുട്ടിക്കും പേരിട്ടതെന്നും ദൈവത്തിന്റെ തീരുമാനമായിരുന്നുവെന്നും വിജയും ദേവികയും വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ ജനുവരി അവസാനമായിരുന്നു വിജയ് മാധവനും ദേവിക നമ്പ്യാർക്കും കുഞ്ഞ് ജനിച്ചത്. എന്നാൽ രാധിക കുഞ്ഞിന് എന്ത് സമ്മാനമാണ് നൽകിയതെന്ന ചർച്ചയായിരുന്നു സോഷ്യൽ മീഡിയ നിറയെ. ആരാധകർ ഏറ്റവും കൂടുതൽ തിരഞ്ഞതും ഇക്കാര്യങ്ങളായിരുന്നു. രാധികയും വിജയ് മാധവും ഒക്കെ തമ്മിലുള്ള ബന്ധം എന്താണെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും വ്യക്തമായ ഉത്തരവും വിജയും ദേവികയും പറഞ്ഞിട്ടില്ല. ഇവരുടെ എല്ലാ ചടങ്ങുകൾക്കും സുരേഷ് ഗോപികയും രാധികയും എത്താറുണ്ട്. കുഞ്ഞിന് പേരിട്ടത് വലിയ വിവാദമായിരുന്നു. എന്നാൽ താൻ ആ പേരിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും പേര് മാറ്റില്ലെന്നും വിജയ് മാധവ് പ്രതികരിച്ചു. മകൾക്ക് വേണമെങ്കിൽ വളരുമ്പോൾ ഈ പേര് മാറ്റാമെന്നും അതിന് തങ്ങൾ എതിരല്ലെന്നുമായിരുന്നു വിജയ് മാധവിന്റെ പക്ഷം.